അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വെറും സ്വാഗതം. ഓക്കെ, അപ്പോൾ അത് ഞാൻ എപ്പോഴും കൃത്യമായ സ്വാഗതം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ആദ്യമായിട്ട് ഇന്റേൺഷിപ്പിന് പോണ ദിവസമാണ്. അപ്പോൾ നെയിംസൊക്കെ യൂണിഫോം മാറ്റിയിക്കണ്, ഞാൻ യൂണിഫോം മാറ്റിയിക്കണ്, ഷായിനെ മാറ്റിയിട്ട് ഐലൈനർ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ക്യാമറയുടെ മുന്നിൽ വന്നാൽ വരക്കാൻ വെക്കില്ല, എന്നിട്ട് അത് വരച്ച് കഴിഞ്ഞിട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 6 മണിക്കല്ല, ഈ 5 മണിക്ക് നീറ്റോ? ഇപ്പോൾ 5 മണിക്കൊക്കെ അലാറം വെച്ചിട്ട് ഞാൻ പറഞ്ഞു 6 മണിക്ക് നീറ്റാൽ മതി പറഞ്ഞോളാം. 5 മണിക്ക് അലാറം വെച്ച്, പിന്നെ 6 മണിക്ക് 6:15 6:35 അലാറം വെച്ചപ്പോഴാണ് നീക്കണത്. ഇവളൊക്കെ നേരത്തെ നീറ്റിക്കണം കേട്ടോ, എന്നെക്കൊണ്ട് കണ്ണിറക്കാൻ വെക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നീറ്റ് ഡ്രസ്സ് മാറ്റി ഇനി മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. അപ്പൊ ഗൈസ്, ഞാൻ പുതിയ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഉറക്കെ പറ അങ്ങോട്ട്. ഗൈസ്, ഇതൊരു മുട്ടായിന്റെ ബോക്സിനു ഞാനതെടുത്തു. നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇതിലുണ്ടാവും നമുക്ക് ഇടാനുള്ള കമ്മൽ, വൈറ്റ് പേൾസ്. യെസ്, ഇതാണ് ഒരു ഫോർമൽ കമ്മൽ എന്ന് പറയാൻ. ഞങ്ങൾക്ക് അലോഡ് ആയിട്ടുള്ളൊരു സാധനം ഇത് മാത്രമാണ്. സോ ഗൈസ്, നമുക്കിതിടാം. ഗായ്സ്, ചായന മേക്കപ്പ് ഒക്കെ തീർന്നു വന്ന ലിപ്സ്റ്റിക്ക് മാത്രമുള്ള ഇടാന്. ഞങ്ങൾ തുടങ്ങിയിട്ടല്ല, ഞങ്ങൾ അത് സൺസ്ക്രീം എന്നാ തുടങ്ങണം കേട്ടോ. തെച്ചോ തെച്ചോ തെച്ചോ, നിന്റെ സോപ്പ് എന്താ സ്ലോ ആണ്. കാണിക്ക് കാണിക്ക്. അല്ലോ, ഷൈനാന്റെ പുതിയ ലിപ്സ്റ്റിക്. ആ ഓ, ഇങ്ങനെ കാണിക്ക്. ഈ സാധനം വെച്ചിട്ട് ഷെയ്ഡ് നമ്പർ പറഞ്ഞു കൊടുക്കണം. ഷെയ്ഡ് ആവശ്യമുള്ളവർ കമന്റ് ബോക്സ് ഇതിന്റെ ലിങ്ക്. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം. ഞങ്ങൾ ഫെയർലോലി പിന്നെ ഫൗണ്ടേഷൻ ഒന്നും ഞങ്ങൾ യൂസ് ചെയ്യില്ല, ഞങ്ങൾ നാച്ചുറൽ ചെറുതായിട്ട് ഓയിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നത് മാത്രം. അപ്പോൾ എല്ലാവരും മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അപ്പുറത്തേക്ക് മാറുന്ന മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ഈ ക്യാമറ നോക്കിയിട്ട് എനിക്ക് മാത്രമേ മേക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളതൊക്കെ കണ്ണാടി വേണം. ഇതല്ലാതെ കയ്യിൽ പിടിക്കുന്ന കണ്ണാടി വേറെയുള്ള കാരണം കൊണ്ട് ഹാളിൽ പോയിട്ട് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കൊച്ചിക്ക് ഇതിന് മുമ്പേ വന്നിട്ടുണ്ടല്ലോ, ഇന്റേൺഷിപ്പിനല്ലാതെ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടല്ലോ. അന്ന് പോയ സമയത്തിന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കമ്മ്യൂണിക്കേഷന്റെ പ്രോബ്ലം ആയിരുന്നു. കമ്മ്യൂണിക്കേഷൻ തീരെ ശരിയല്ലായിരുന്നു. ഇനി ഇംഗ്ലീഷ് കുറച്ച് വീക്ക് ആയിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ടാണ് എനിക്ക് ഇന്റർവ്യൂ ശരിക്കും പോലെ ക്രാക്ക് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഞാൻ ആ ടൈമിൽ തന്നെ, അതിന് മുമ്പായിട്ട് ഞാൻ കുറേ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷിന്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ ഞാൻ കുറേ അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് വലിയ കറക്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായ പോലെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴാണ് ഞാൻ ഈ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഇന്റർവെല്ലിന്റെ സ്പീക്ക് പ്രോ എന്ന് പറയുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം എനിക്ക് ഏകദേശം കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെന്റ് വരാൻ തുടങ്ങി. കാരണം നമ്മൾ ബാക്കി എല്ലായിടത്തും പോയാൽ ഒരുപാട് ടീച്ചേഴ്സ് അല്ല, ഒരു ടീച്ചറും കുറേ കുട്ടികളുണ്ടാവില്ല. അപ്പം നമുക്ക് അവരുടെ ഡൗട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ തന്നെ ഭയങ്കര മടിയാക്കാറില്ല. പക്ഷെ നമ്മൾ ഇന്റർവെല്ലിന്റെ സ്പീക്ക് പ്രോ ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അതായത് ഒരു ടീച്ചർ ഒരു കുട്ടി, നമ്മളും ഒരു ടീച്ചറും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ, നമ്മൾ ഡൗട്ട് ചോദിക്കാനൊക്കെ ഭയങ്കര സിമ്പിൾ ആക്കാറ്, നമുക്ക് മടി ഉണ്ടാവില്ലല്ലോ ബാക്കിയുള്ളവർ കേൾക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഈ പറയുന്നതിന് പകരം ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു ക്ലാസ് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഐ ആം നോട്ട് എ സിംഗർ. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഇന്റർവെല്ലിന്റെ ഇംഗ്ലീഷ് സ്പീക്ക് പ്രോ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് കേട്ടോ. നിങ്ങൾക്ക് ഈ ക്ലാസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാനും ടീച്ചറും മാത്രമായിട്ട് ക്ലാസ് ആണ് കേട്ടോ. ഇത് കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ആൻഡ് പേഴ്സണലൈസ്ഡ് ക്ലാസ്സുകളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കിയിട്ടാണ് എനിക്ക് ക്ലാസ് എടുത്തിരുന്നത് കേട്ടോ. എന്നിൽ മാത്രമായിരിക്കും അവരെ ഫോക്കസ് ഉണ്ടാവും. ഇപ്പോൾ ചിലർക്കൊക്കെ ഗ്രൂപ്പായിട്ട് പഠിക്കുന്ന സമയത്ത് ഡൗട്ട് ചോദിച്ച് തെറ്റിപ്പോവുക, അല്ലെങ്കിൽ ഉത്തരം പറഞ്ഞാൽ അത് മിസ്റ്റേക്ക് ആയി പോകുന്ന കാലത്ത് നല്ല പേടി ഉണ്ടാവില്ലേ. പക്ഷെ നമ്മളും ടീച്ചറും മാത്രമാകുമ്പോൾ നമ്മൾ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും ടീച്ചർ അതിനെ നമുക്ക് തിരുത്തി തരിക എന്നല്ലാതെ ഒരിക്കലും കളിയാക്കൂല. അത് മാത്രമല്ല, നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സപ്പോർട്ടും ട്യൂട്ടറിന്റെ ഭാഗത്ത് നിന്ന് കിട്ടും കേട്ടോ. ഇവിടെ വന്നിട്ട് ഒരിക്കലും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ആക്കണം എന്ന് പറഞ്ഞാൽ അവർ ഡയറക്റ്റ് അഡ്മിഷൻ തരില്ല ചെയ്യട്ടോ. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ലെവൽ അസസ്മെന്റിലൂടെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ബിഗിനർ ആണോ അഡ്വാൻസ്ഡ് ആണോ, നമുക്ക് എന്താണ് ഏത് തരത്തിലാണ് പഠിക്കണം എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമുക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പല ആൾക്കാർക്കും പലതരത്തിലാവില്ല ഈ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യേണ്ടി വരിക. ചില ആൾക്കാർക്ക് പ്രൊഫഷണൽ ആയിട്ട് വേണ്ടി വരും. പിന്നെ പോലത്തെ ആൾക്കാരാണെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് ആക്കാനും കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യേണ്ടി വരിക. സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അക്കാഡമിക് ആയിട്ട് ഇംപ്രൂവ് ചെയ്യേണ്ടി വരും.
ഇനി ചില ആൾക്കാർക്ക് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ ആവശ്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് നീഡാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ കസ്റ്റമൈസ് ചെയ്തിട്ട് വെക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലാസ്സുകൾ വലിച്ച് നീട്ടി കാണേണ്ട ആവശ്യമില്ല. പക്ഷേ ക്ലാസ്സുകൾ ഒരുപാട് ഇല്ലാന്ന് വെച്ചിട്ട് റിസൾട്ടിന് യാതൊരു കുറവില്ല കേട്ടോ. നല്ല റിസൾട്ട് നമുക്ക് ഇൻ്റർവെല്ലിൻ്റെ ഈ സ്പീക്ക് പ്രോ ക്ലാസ്സിൽ നിന്ന് കിട്ടും കേട്ടോ. ഫസ്റ്റ് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത് എഫക്റ്റീവ് ആവും വർക്കൗട്ട് ആവും എന്നൊക്കെ ആലോചിച്ചിട്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ എൻ്റെ കമ്മ്യൂണിക്കേഷൻ ലെവൽ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറയണത് മാത്രമല്ല, ഞാൻ സംസാരിക്കുന്ന സമയത്ത് എന്നോട് ബാക്കിയുള്ള ആൾക്കാരും പറയാറുണ്ട് ഓക്കെ ഇംഗ്ലീഷ് കുറച്ച് ഇമ്പ്രൂവ് ആയിക്കണമല്ലോ എന്ന്. അവർ പറയണ കാരണം കൊണ്ട് എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക ഒരു കോൺഫിഡൻസ് വരുന്ന പോലെ തോന്നാറുണ്ട്. കാരണം ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത മുതൽ തന്നെ അവർ പ്രോപ്പർ ഇവാലുവേറ്റ് ചെയ്തിട്ടാട്ടോ ക്ലാസ് എടുത്തു തരുന്നത്. പിന്നെ ലൈവ് ക്ലാസ് ആയ കാരണം കൊണ്ട് തന്നെ നമുക്ക് ടീച്ചറിനോട് കുറേ കൂടി സംസാരിക്കാൻ പറ്റും. പിന്നെ ഓരോ ടോപ്പിക്കും അതിൻ്റെ കാര്യങ്ങളും വെച്ച് ഓരോ റോൾ പ്ലേ മോഡൽ ചെയ്തിട്ടും പിന്നെ ഒരു സിറ്റുവേഷൻ തന്നിട്ട് ആ സിറ്റുവേഷനിൽ എന്താണ് പറയേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നന്നായിട്ട് ട്രെയിൻ ചെയ്ത് തരും. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ച് തന്നെ ശരിയാക്കണം കേട്ടോ. അല്ലാതെ ബുക്കൊക്കെ വായിച്ച് കമ്മ്യൂണിക്കേഷൻ ശരിയാക്കാന്ന് വെച്ചാൽ അത് ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. കാരണം നമ്മൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ സംസാരിക്കണം. ബുക്ക് വായിച്ച് നമുക്ക് വായിക്കാൻ വെക്കും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയണത് കേട്ടാലും മനസ്സിലാവും. അല്ലാതെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും മിസ്റ്റേക്സോ അല്ലെങ്കിൽ തപ്പിപ്പിടുത്തം, പേടി ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇൻ്റർവെല്ലിൻ്റെ ഇംഗ്ലീഷ് സ്പീക്ക് പ്രോ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ടീച്ചറും നമ്മളും മാത്രമായ കാരണം കൊണ്ട് നമുക്ക് ഒരുപാട് ഡൗട്ട് ചോദിക്കാം. പിന്നെ ഇത് മാത്രമല്ല നമുക്ക് ഓരോ സിറ്റുവേഷൻ വെച്ചിട്ട് ആ സിറ്റുവേഷനിൽ എങ്ങനെയാണ് സംസാരിക്കണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് നമ്മൾ സാധാരണ എങ്ങനെയാണ് മലയാളം സംസാരിക്കാറ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഞാൻ ഇൻ്റർവെല്ലിൻ്റെ സ്പീക്ക് പ്രോ ക്ലാസ് അറ്റൻഡ് ചെയ്തത് കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ചില സമയത്ത് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണ് പറ്റുന്നത് ആ ടൈം പറഞ്ഞാൽ ആ ടൈമിക്ക് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് തരുന്നതാണ് കേട്ടോ. അത് മാത്രമല്ല നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അവർ എഴുതിയിട്ടോ അല്ലെങ്കിൽ വായിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ചെറിയ എന്തെങ്കിലും വേർഡ്സുകൾ തന്നിട്ടോ ഒന്നുമല്ല പഠിപ്പിച്ചു തരുന്നത്. നമുക്ക് അവർ സിറ്റുവേഷൻ തന്നിട്ട് അതിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, എങ്ങനെ നമ്മൾ മലയാളം പറയണ പോലെ ഇംഗ്ലീഷ് പറയും എന്നൊക്കെ ഉള്ള ആ ഒരു ട്രെയിനിങ് തന്നിട്ടാട്ടോ നമ്മൾ ഇംഗ്ലീഷ് പറയാൻ വേണ്ടി പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇൻ്റർവെല്ലിൻ്റെ ഇംഗ്ലീഷ് സ്പീക്ക് പ്രോ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കിയൊക്കെ. അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. എല്ലാവരും കയറി ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ അധികം ടൈം ഇല്ലാത്ത കാരണം കൊണ്ട് വേഗം മേക്കപ്പ് ചെയ്യട്ടെ. അപ്പം മേക്കപ്പ് ചെയ്യുന്ന ടൈം കൊണ്ട് ഞാൻ ഇന്നലെ എങ്ങനെ ഇങ്ങോട്ട് എത്തി എന്നുള്ള കഥ കണ്ടിട്ട് വരും. അപ്പം നമ്മൾ പോക്കിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ ഫുഡ് കഴിച്ചിട്ടാണ്. ഞാൻ നിശ്ചയൊക്കെ നിൻസ കുറച്ച് മതി പ്ലേറ്റ് ഒക്കെ ഒന്ന് നിറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. അതാണ് അപ്പൊ കുറച്ച് അപ്പൊ അമ്മ ഇപ്പൊ ഫുഡ് കഴിക്കില്ല. അമ്മ ഞങ്ങൾ പോയിട്ടേ കഴിക്കണ്ടാവുള്ളൂ. ഞങ്ങള് ഫുഡ് കഴിക്കണം എന്താ വെച്ചാൽ ഞങ്ങള് 6 മണി 7 മണിയൊക്കെ എത്തുമ്പത്തിനും. അപ്പൊ അതുവരെ വിശന്നിരിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഫുഡ് കഴിക്കാം. മസാലയിലെ മന്തി മസാലക്കാർക്ക് നല്ല പരസ്യ. ആ കത്രിക വെട്ടിക്കോ. അല്ല കത്രിക ഒരു ബുദ്ധി വേണ്ട ഈ കോഴി വെട്ടാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ഉള്ള പോലെ പങ്കിട്ടെടുത്ത് വേഗം കഴിച്ചിട്ടേ വേഗം ഇറങ്ങി ഓടാൻ നോക്കി. അയ്യോ കാലെനിക്ക് ഈ കോഴിക്ക് 2 കാലുണ്ടാവും, ഒരു കാലല്ല. ഇജ്ജ് പോണല്ലേ ആ കുട്ടി കാലെങ്ങനെ കഴിച്ചോട്ടെ. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ നല്ല സുഖമാട്ടോ. അവിടെയാണ് എനിക്ക് നേരത്തെ കാലത്ത് എത്തിയപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ മന്തിയൊക്കെ കഴിക്കാൻ നല്ല പൂതിയാവുന്നുണ്ട്. ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ് കേട്ടോ, പക്ഷെ മന്തി കഴിക്കാൻ കാണുമ്പോൾ ഒരു കുതി. സോ ഗൈസ് ഞങ്ങൾ ഇന്ന് മേക്കപ്പ് ഇടാൻ പോവാണ്. നിൻസ് ലേശം ലിപ്സ്റ്റിക് ഇട്ട് വന്നെങ്കിൽ ഞാൻ അതും കൂടി ഇട്ടിട്ടില്ല. ഈ മുഖത്തൊന്നും തേച്ചിട്ടില്ലല്ലോ. പിന്നെ കുറച്ച് വൈറ്റ് ഓൺ തേച്ചോ, നല്ലതാ. വെളുപ്പിക്കൂല കേട്ടോ. പിന്നെ എന്തിനാ ഇതിനൊക്കെ ഫിനിഷിങ് തരുമോ? ഞാനും നിനിച്ച് മേക്കപ്പ് തീരെ ഇടാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ മുഖത്ത് വാരി തേക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു വൈറ്റ് ടോൺ തേക്കാൻ വേണ്ടി കൊടുത്തു എന്നുള്ളൂ. നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ഓക്കെ, കുറച്ചുണ്ട്. ഫുഡ് കഴിച്ചപ്പോൾ ഒക്കെ പോയി ഇറങ്ങിപ്പോയി. നീളം കുറച്ച് കൂടുതൽ നീക്ക് കേട്ടോ. ഓളെ നീളം കുറച്ച് കൂടുതൽ. എന്നെ അടുത്തേക്ക് വന്നോളം കാണണ്ടേ? ഇന്നെ കാണും. ഞാൻ അതുകൊണ്ടല്ല അടുത്തേക്ക് പോയത്. ലിപ്സ്റ്റിക്കിന് കണ്ണാണല്ലേ, ദൂരത്ത് നിന്നിട്ട് ശീലമല്ലല്ലോ. കണ്ണാടിനും അതൊക്കെ അല്ലേ ഒരു ലെവലിലിടണം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതെടുക്കും. ഞാൻ എപ്പോഴും കളർ മിക്സ് ചെയ്തിട്ടിടാം. ഇനി ഒന്നും ചെയ്യാല്ല, മുടി കെട്ടാ പോവുക. ഓട്ടോറിക്ഷ വരും, ഓട്ടോറിക്ഷ തന്നെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. അവൾക്ക് അത്ര പണിയുള്ളൂ. എനിക്ക് ക്രാബ് ഒന്നും കൂടി നല്ലപോലെ കുത്തിക്കണം, അത്രയേ ഉള്ളൂ. ഇനി ഫുൾ ഒരുക്കം കഴിഞ്ഞിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി റെഡിയായി വന്നു. ഞാൻ വാച്ച് മാത്രമേ ഇട്ടുള്ളൂ. നീ എന്തട്ടെ ഒന്നും ഇട്ടില്ല. അത് ഞാൻ അതെ, ഞാൻ ചുരിദാറിട്ട കാരണം കൊണ്ടാണ് ഈ വാച്ചൊക്കെ എടുത്തിട്ടത് കേട്ടോ. ഞാൻ സോറി.
ഇത് ഗേൾസ് മച്ചാണ്. ഞങ്ങൾ ഒരുങ്ങി ഇനി അപ്പൊ ഞങ്ങൾ ഒരുങ്ങി ഇനി പോവാൻ വേണ്ടി നിൽക്കണ. വണ്ടി വന്നാൽ മാത്രം മതി. ബാഗൊക്കെ ഒരു കിൻഡലുണ്ട്, ഇതൊക്കെ പൊക്കി കൊണ്ടാണ്. നല്ല ഇതൊന്നുമല്ല ഗൈസ് കിൻഡൽ. കിൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐറ്റം വരാൻ പോയിട്ട് ഒരാളും കൂടി ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേനും. അല്ലാന്നുണ്ടെങ്കിൽ അവൾ വരുന്നതും നമുക്ക് വീഡിയോ എടുക്കാം. അതാണ് ഗൈസ് കിൻഡൽ. അതിനാണിപ്പോ പറയണില്ല ഗൈസ്, കാട്ടിത്തരാം ഗൈസ്. ചിലപ്പോ ഞങ്ങൾ രണ്ടാൾക്കാണ്ട് പൊക്കാനുള്ള വെയിറ്റോളം കിൻഡലിൽ ഉണ്ടാകും. അതെ, അതൊക്കെ ഇട്ടാ വരിക. ആൾക്ക് പൊക്കല്ല, ആള് ഇത്രേ ഉള്ളൂ. ഇന്ന അത്രയില്ല, ഇത്രേ ഉള്ളൂ. കുറച്ച് ബുദ്ധികൾ കൊടുത്താൽ മതി ഈ ഒരു സ്ഥലത്ത്. അതെ, എന്നിട്ട് അവള് ഇത്ര വലിയ ഭണ്ഡാരപ്പെട്ടിയോടാണ് വരിക. പൊക്കാൻ പറയരുത്, സർപ്രൈസ്. ആ സർപ്രൈസ് ഞങ്ങൾ കാണിച്ചു എന്ത് സാധനം കാണിച്ചു തരാം. അവളെ എങ്ങനെ വരുന്നത് കാണിച്ചു തരാം. അപ്പൊ ഞങ്ങള് ബാഗും പെട്ടിയൊക്കെ എടുത്തിട്ട് ഇവിടെ സിറ്റൗട്ടിൽ കൊടുന്ന് വെക്കണം. വണ്ടി വന്നാൽ ഞങ്ങൾ പുറപ്പെടും. രണ്ടാളും പിന്നേക്ക്, ഞാൻ മുന്നേക്ക് ആയിട്ട് ഞാൻ വരില്ല, അവിടെ നിൽക്കുള്ളൂ. ആയിക്കോട്ടെ. അപ്പൊ ഞാൻ അമ്മനെ വിട്ടിട്ട് ആകെ 5-4 ദിവസമൊക്കെ ഞാൻ മാറുന്നുള്ളൂ. ആദ്യം 10 ദിവസം 12 ദിവസമൊക്കെ വിട്ടു നിൽക്കാൻ പോണത്. അപ്പൊ ഒരു എനിക്കും നിൻസക്കായാലും ഒരു മിക്സഡ് ഇമോഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതായത് സന്തോഷം ഉണ്ട് പോണേന്ന്, പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണേന്റെ സങ്കടം. എന്റെ സൗരക്കേടിൽ നിന്ന് രക്ഷപ്പെട്ട സന്തോഷം, പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് അറിയുമ്പോഴത്തെ സങ്കടം. എന്റെ അനിയത്തി പറഞ്ഞു സമാധാനം 12 ദിവസം തന്നെ പറഞ്ഞു. മറിച്ച് നമുക്കറിയാം ഓരോ മനസ്സിൽ സങ്കടം ഉണ്ടാവും. എനിക്കറിയാം ഉള്ളിൽ പൊട്ടിക്കറിയായിരുന്നു. എനിക്കറിയാം, ചോദിക്കാൻ പോയിട്ടില്ല. കാരണം കേൾക്കേണ്ടി വന്ന നമുക്ക് സങ്കടം വരില്ലേ. രണ്ടാളും സേഫ് ആയിട്ട് പോയിട്ട് വരാം. 2 ആളല്ല 3 ആളും, എല്ലാ കുട്ടികളും സേഫ് ആയിട്ട് പോയി വരാം. മറ്റേ കൊച്ചിയാണ് മക്കളെ, കൊച്ചി പഴയ കൊച്ചിയല്ല, കൊച്ചി പഴയ കൊച്ചിയല്ലെന്ന് ബിലാല് പറഞ്ഞിട്ടുള്ളത്. എല്ലാരും സൂക്ഷിച്ചും കണ്ടു പെരുമാറിയിട്ടൊക്കെ നന്നായിട്ട് വരാം. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വണ്ടി വന്നാ പോട്ടെ. ഗൈസ് 2 പാക്കറ്റ് ഉണ്ണിയപ്പം ഞങ്ങൾക്ക് പാക്ക് ചെയ്ത് തന്നിട്ട് ഇപ്പൊ ഒരു പാക്കറ്റ് ഞങ്ങളോട് കൊണ്ടവണ്ട പോലും. അതെ, ആ ഒരു മോഡേൺ ആ ടീമുകളാണ് ഇവര് തന്നെ. ഇത്രയും സ്നാക്സ് കൊണ്ടുവരും, ഷാനിയും കൊണ്ടുവരും. ആ സ്നാക്സിന്റെ ഇടയിൽ എന്റെ പൂവ് പോലത്തെ ഉണ്ണിയൊപ്പം പോലും കഴിക്കാതിരിക്കും. അപ്പൊ ഇതേ പറയാൻ പറ്റില്ല, ഇത് ചിലപ്പോ ഒരു കുപ്പത്തൊട്ടിക്ക് ഇടും. അപ്പൊ ഞാനും ഞങ്ങൾ ഇത് വെച്ചിട്ടേ കയറി ചിലപ്പോ 12 ദിവസം 10 ദിവസം പോകൂല. അപ്പൊ ഞങ്ങള് ബാഗൊക്കെ സെറ്റായി ഇറങ്ങി പോവാൻ നിക്കാണ്. വണ്ടി വന്നാൽ മാത്രം മതി. ഷാവിനൊക്കെ വിളിക്കാൻ തുടങ്ങിക്കണം. സ്നാക്സിന്റെ ബാഗ് ഞാൻ തന്നെ എടുത്തോ. ഓ ഇന്നുമോളുടെ ബാഗിന്റെ ഒക്കെ ഇന്നുമോളോട് വലുപ്പമുണ്ടല്ലോ ഇന്നുമോളുടെ ബാഗിന്റെ. ക്രോക്സ് പോയിട്ട് വരും. ക്രോക്സ് വണ്ടിയുടെ ഒരു ഒച്ച കേൾക്കുന്നുണ്ടോ? അങ്ങനെ ഇനി എന്നാണിപ്പോ തിരിച്ചു വരിക? എന്താ നിശ്ചയില്ലേ? ഓരോ ക്ലാസ് നീട്ടി ഒന്നും പറയാൻ പറ്റില്ല. അതെ, വേഗം പഠിച്ചു തീർത്തിട്ട് വേഗം വന്നോളുണ്ടോ. ക്ലാസ് അവർക്ക് നീട്ടാലും ഗതികേട് നടക്കരുത്. എന്തിനാ ആ കുട്ടിക്ക് കൊടുക്കണേ? താങ്ങൂല കുട്ടിക്കടി. അങ്ങനെ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്. ചേട്ടാ എന്നാ കയറിക്കോ, വണ്ടിയിൽ കയറിക്കോ. ആ വണ്ടി ഞങ്ങളുടെ പറഞ്ഞത് പോയിട്ട് വരും. ശരി ടാ, കയറിക്കോ. ബൈ നിൻഷാ. ഹാപ്പി ആയിട്ട് പോയിട്ട് വരും, സേഫ് ആയിട്ട് പോയിട്ട് വരും. നേരത്തെ റെയിൽവേ സ്റ്റേഷനിലെത്താം, എന്നിട്ട് എല്ലാവരും കാത്തു നിൽക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ നേരത്തെ കാലത്ത് ഓട്ടോ ഒക്കെ പറഞ്ഞു വെച്ചത്. പക്ഷെ ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ് അവിടെ എത്തിയത്. ഗൈസ് ഞങ്ങളിവിടെ എത്തിയതാ. ഇതാണ് ഞങ്ങള് പറഞ്ഞ പ്രോപ്പർട്ടി കാണിച്ചു തരാം. പക്ഷെ ഇവിടെ നല്ല തിരക്കുണ്ട്, പറഞ്ഞുതരാം. നല്ല തിരക്കുണ്ട് ഇവിടെ. എങ്ങനെ എപ്പോ ട്രെയിനിൽ കയറാൻ പറ്റും, നിൽക്കേണ്ടത് ഇരിക്കേണ്ടത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. സോ നിങ്ങൾ പോട്ടെ ഗൈസ്. ഒരാൾ ട്രോൾ ഇപ്പൊ കാണിച്ചു തരാതെ. ഗൈസ് ഇത് നോക്കൂ, ഈ ഭണ്ഡാരപ്പെട്ടി ഓള് പൊക്കൂന്ന് വിചാരിക്കും. ഇല്ല, ഞാൻ പൊക്കണം, അല്ലെ നിൻഷ പൊക്കണം. ബാക്കി എല്ലാരും അവിടെ നിൽക്കുന്നുണ്ട് കാത്തു. ഞങ്ങൾ ട്രെയിനിൽ കയറി കുറച്ച് നേരമായി കയറിയിട്ട് ഇപ്പോഴാണ് വ്ലോഗ് എടുക്കാൻ പറ്റും. ശ്വാസം മുട്ടുന്നത്.
അങ്ങാടിപ്പുറത്ത് ട്രെയിൻ കയറിയപ്പോൾ ഏകദേശം ഡോറിൻ്റെ ആ സൈഡിൽ ഇങ്ങനെ വീണില്ല ടൈപ്പിലാണ് നിന്നിന്ന് കിട്ടുക. പിന്നെ ഷൊർണൂർ എത്തിയപ്പോൾ ഒരു സമാധാനമായി. വട പഴംപൊരി അങ്ങനത്തെ അതൊക്കെ പറഞ്ഞു ഞങ്ങൾ കൊതിപ്പിക്കുന്നു. ഞങ്ങൾ മണം പോലും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ കഴിക്കൂല, വയറ് കിടത്താൻ 10 ദിവസം അവിടെ നിൽക്കണ്ടല്ലേ. വയറ് കിടന്നാ പിന്നെ അതിനെ ഒരു ട്രിപ്പ് പോയിട്ട് ക്ഷീണപ്പോഴും മാറിയിട്ടില്ല. ഇതും കൂടി കൊളാക്കാൻ താല്പര്യമല്ലേ? ഇതിന്റെ മേത്തെന്തെങ്കിലും പിടിച്ചാൽ അങ്ങനെ ഞങ്ങൾ ഡോറിൻ്റെ സൈഡിൽ നിൽക്കുന്ന കാരണം കൊണ്ട് എല്ലാ കാഴ്ചയും കണ്ടിട്ടാട്ടോ പോണത്. അങ്ങനെ പുഴൻ്റെ വക്കത്തൊക്കെ എത്തിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു സ്നാപ്പ് പോളിയാണ് കേട്ടോ. എന്ത് സാധനം കാണാലും അപ്പം സ്നാപ്പ് എടുത്തോളണം. അപ്പോൾ പിന്നെ ഞങ്ങൾ പുഴയെ നോക്കിയിട്ട് അവിടെ എത്ര ആൾക്കാരുണ്ട്, കുളിക്കാൻ വന്നിട്ടുണ്ട് ആൾക്കാർ, അവിടെ മറ്റേ ബോട്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, കയാക്കിംഗ് ഒക്കെ ചെയ്യേണ്ടി തോന്നുന്ന ആൾക്കാർ. അതൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ ആസ്വദിച്ച് നിന്നു. നല്ല വെയിലും അടിക്കണ ഇടയിൽ കൂടെ. ഞങ്ങൾ സൺകീസിലാണ് കണ്ടു ഗൈസ്. ഒരു കാപ്പി കണ്ണാണ് എനിക്ക് കറുത്ത കണ്ണു. മമ്മ ചിലപ്പോ വീഡിയോ കണ്ട് തല്ലിക്കൊല്ലു. പക്ഷെ ഞങ്ങൾ ഇവിടെ ഇരുന്നു. വയ്യാത്തോണ്ട് കാലൊക്കെ വേദന. നല്ല വേദന, ഫുൾ തിരക്കാറുണ്ട്. ഇവിടെ ഞങ്ങൾ ഇരുന്നു. സേഫാണ് കേട്ടോ. ഫുള്ള് നല്ല തിരക്കാണ്. ഈസ്റ്റർ ആയതുകൊണ്ടാണോ അത് സൺഡേ ആയതുകൊണ്ടാണോ പിന്നെ ഈ ട്രെയിൻ ആയതുകൊണ്ട് ബുക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് റിസർവ് ചെയ്യാൻ പറ്റിയ ട്രെയിനല്ല. അതുകൊണ്ട് നമ്മൾ ഇനിയുള്ളത് നൈറ്റാണ് ട്രെയിൻ. അത് പിന്നെ ഗേൾസിനെയും കൊണ്ട് നമ്മൾ പോകുന്ന ട്രിപ്പല്ല സോറി ഇന്റേൺഷിപ്പ് ആയതുകൊണ്ട് ഗേൾസിനായിട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ഞങ്ങൾക്ക് വഴിയുള്ളൂ. പക്ഷെ ഇവിടെ ഓക്കെയാണ്. ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്നപ്പം ഇവിടെ ടൈറ്റ് ഒരിക്കലും ഇനി ഞങ്ങൾ പറഞ്ഞ് ആരെങ്കിലും പറിച്ചെടുക്കേണ്ടി വരും. ഇനി ഫോൺ എടുത്തേക്കട്ടെ. റെയിൽവേ സ്റ്റേഷനിൽ കുട്ടികൾ മടിയോണ്ട് അടിച്ചിട്ട് പോന്നിട്ട് കുറച്ച് കൊണ്ടുപോലോ അതിനുള്ള ഇല്ല മേടിച്ചിട്ടുള്ളൂ. പണ്ടൊക്കെ ഈ ട്രെയിന് പോണ സമയത്ത് ഈ ഡോറിൻ്റെ സൈഡിലെ കാറിലിരിക്കണ ഭയങ്കര പേടിഞ്ഞിട്ടോ. അല്ലോ ഇത് വീഴൂലേ, ആരിലൊക്കെ എന്തിനും നമുക്ക് തട്ടി എന്താ കാട്ടുക, വീണ് നിലത്ത് കിടക്കൂലെന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഒരു പ്രാവശ്യം അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിനുള്ള അവസരം ഈ ഒരു ഇന്റേൺഷിപ്പിന്റെ ട്രിപ്പിനാണ് കിട്ടിയത്. ഞങ്ങൾ ഇവിടെ ഇരുന്നിരുന്ന് അവസാനം ഷാഹിനാനെ കൊണ്ടിരുത്തി. അപ്പൊ എന്റെ ഷാള് ഓളെ വൈറ്റ് പാന്റാണ്. അപ്പൊ ഞാൻ ഷാള് ഊരി കൊടുത്തിട്ട് അത് ഞാൻ മറന്നുപോയപ്പോ ഞാൻ പോയോ കാറ്റത്ത് പോയോ ഷാഹിനാനെ കടിക്കും. മറ്റേ ബംഗാളികള് ഞങ്ങള് ഇവിടെ ഇരിക്കുന്നത്. അത് പറയും നമ്മള് ബംഗാളികളാണ് സാധനങ്ങൾ ഇരിക്കാറ്, ബംഗാളിലൊക്കെ വിചാരിക്കും. ഞങ്ങൾ ട്രെയിന് എന്താ പറയുക ഭയങ്കര സ്ലോ മോഷനിൽ എന്നിട്ട് പോയിരുന്നത്. ചില സ്റ്റോപ്പുകളിലൊക്കെ ചിലപ്പോൾ അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ നിർത്തിയിടും. അപ്പോഴാണ് ഈ കാല് തൂക്കിയിട്ടൊന്ന് വിശ്രമിച്ചിരിക്കാൻ കേട്ടോ. കാരണം കാല് കയറ്റി വെച്ചിട്ട് ഭയങ്കര കാലിന് വേദനയാണ്. പിന്നെ കുറേ നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെതായ വേദനകളുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്നാലും ഇരിക്കാൻ സ്ഥലം കിട്ടില്ലോ എന്ന് വിചാരിച്ചിട്ട് വിടാതെ കൈയൊക്കെ പിടിച്ചിരിക്കും. കേക്കാണെന്നൊരു പിടുത്തല്ല. പക്ഷെ നിമിഷൻ്റെ ഒരു കോമഡി ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളെ കുറച്ച് മുമ്പത്തെ സ്റ്റോപ്പ് നെല്ലായി ആയിരുന്നു. അപ്പൊ നെല്ലായി അവിടെ നെല്ലായിക്കണോ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. ഇതൊക്കെയാണ് ട്രെയിനിന്റെ അവസ്ഥ. ഞങ്ങളത് ഇതല്ല അവിടെ നമ്മള് വണ്ടി നിർത്തുന്ന സമയത്ത് ട്രെയിൻ നിർത്തുന്ന സമയത്ത് ചുവന്ന ലൈറ്റ് വരും. കുറച്ച് കണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മഞ്ഞ ലൈറ്റ് വരും. പിന്നെ ഒരു പച്ച ലൈറ്റ് ഉണ്ട്. അപ്പൊ പറക്കും. ട്രെയിൻ പാറുമ്പോഴാണ് അത്ര പച്ച ലൈറ്റ് എത്തുക. നമ്മളതിന് മുന്നേ ഏറെക്കുറെ നല്ല ഇർട്ടായിക്കണ്. ഞങ്ങൾ ട്രെയിൻ പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക് നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ്. വളരെ സ്ലോ മോഷനിലാണ് പോകുന്നത്. ഇപ്പൊ ഞങ്ങള് മഞ്ഞ ലൈറ്റ് മാത്രമേ ഉള്ളൂ, അവിടെ പച്ച കത്തിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ. പക്ഷെ ഇപ്പൊ സ്പീഡാണ്. അപ്പോൾ അവിടെ പച്ച ലൈറ്റ് കത്തിയിട്ടുണ്ടാവും. അങ്ങനെ 6:40 കൊച്ചി എത്തുമെന്ന് പറഞ്ഞ ട്രെയിന് ആലുവ എത്തുമെന്ന് പറഞ്ഞ ട്രെയിന് എത്ര മണിക്കാ? ഒരു 7:40 ആയപ്പോഴെത്തി. ഞങ്ങളങ്ങനെ അങ്കമാലി എത്തി. നെക്സ്റ്റ് സ്റ്റോപ്പാണ് ഗൈസ്, സ്റ്റേഷനാണ് ഗൈസ്. ഞങ്ങൾ മെല്ലെ ഇറങ്ങട്ടെ, ബാക്കി ഇറങ്ങി ഗൈസ്. അവിടെ നിന്ന് ഇങ്ങനെ ട്രെയിൻ ഇറങ്ങി വന്നത് ഒരു കഥയെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ അവസാനം ബസ്സിലെത്തി ഗൈസ്. ഇനി റൂമിലെത്തിയിട്ട് ബാക്കി കാണാം. അങ്ങനെ ബസ് ഒരു AC ബസ്സായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആലുവ മെട്രോൻ്റെ അവിടെ നിന്ന് അങ്ങനെ ബസ് വിളിച്ചിട്ട് എയർപോർട്ടിൻ്റെ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് പിന്നെ ഞങ്ങൾ റൂമിലേക്ക് നടന്നു പോകാമെന്ന് വിചാരിച്ചു. കാരണം എയർപോർട്ടിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ് ഞങ്ങൾ റൂം വരുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ എത്തിയപ്പോൾ
എനിക്ക് ഒന്നാമത് എയർപോർട്ട് ഭയങ്കര ഇഷ്ടമായ കാരണം കൊണ്ട് എയർപോർട്ട് കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു സന്തോഷം. അല്ല ഞങ്ങൾക്ക് കുറച്ച് മുമ്പ് ഇറങ്ങണ്ടേ, ഞങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങി 1.25 കിലോമീറ്റർ അങ്ങനെ നടക്കാണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങൾക്ക് ആരോഗ്യമുള്ളൂ. അതെ, അൽഹംദുലില്ലാ. അങ്ങനെ ഞങ്ങൾ അവസാനം ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ട് വഴി കണ്ടെത്തിയിട്ട് നടക്കാൻ തുടങ്ങി കേട്ടോ. ഞങ്ങളെ കൂടെയുള്ള ബാക്കി 3 ഗേൾസാണ്, ഞങ്ങൾ 6 ഗേൾസാണ് മൊത്തം ഉള്ളത്, പിന്നെ ബാക്കി ബോയ്സാണ് കേട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ കുറേ നടക്കാണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങൾ കുറേ ആൾക്കാരുള്ള കാരണം കൊണ്ട് വർത്തമാനം പറഞ്ഞിങ്ങനെ പതുക്കെ പതുക്കെ നടക്കാം എന്നുള്ള ഒരു ഓപ്ഷനുള്ള കാരണം കൊണ്ട് വലിയ ക്ഷീണമെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൈസ് ഞങ്ങൾ അന്തമില്ലാത്ത കാലടി. ഞങ്ങൾ റൂം വിളിച്ചിട്ടാട്ടോ ബുക്ക് ചെയ്തത്. റൂം വിളിച്ചിട്ട് ബുക്ക് ചെയ്തപ്പോൾ ഏകദേശം എയർപോർട്ടിന് അടുത്താണെന്ന് പറഞ്ഞപ്പോൾ ഇത്രക്ക് അടുത്താവെന്ന് വിചാരിച്ചില്ല. ഒരു 1.5 കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ താണ്ടി കടന്നിട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇരുട്ടായ സമയത്താണല്ലോ എത്തിയത്. അപ്പോൾ അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഹോട്ടലിലെത്തി ഗൈസ്, റൂമിലെത്തി. റൂമിനുള്ളിൽ കയറിയിട്ടില്ല, താക്കോലുകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുളിക്കണം. അപ്പം ഞങ്ങളിങ്ങനെ റൂമിലെത്തിയിട്ട് നമ്മൾക്ക് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് കുറേ നടക്കാണ്ട്. അപ്പം അതെ, ഇതിപ്പോ നമ്മൾ കുറേ യാത്ര ഞാൻ കുറച്ച് റൂമിലെത്തിയിട്ട് കാണാം. സാധാരണ ഇവിടെ ലഹരി അരുത് തന്നെ എഴുതുന്നുണ്ട്, ഇവിടെ അരുത് ലഹരി എന്ന് എഴുതിയിരിക്കുന്നത്. നിനക്ക് അതിനെ കുറിച്ച് എനക്ക് എന്താ പറയാനുള്ളത്? ലഹരി അരുത്. ഓ സോറി, പാവന്റെ ഷായന ക്ഷീണിച്ച് എസ്തെറ്റിക് ആയിട്ട് വന്നിരുന്നിക്കാണ്. ക്ഷീണിച്ച് കഴിഞ്ഞ അവിടെ നിലത്തിരിക്കും. അത് വെള്ള പാന്റ് ഇട്ടിക്കണത്, വൈറ്റ് പാന്റ്. എസ്തെറ്റിക് ഇരുത്തം. ഗൈസ് ഇതാണ് ഞങ്ങളെ റൂം. കിച്ചൺ ഏരിയ, ഒരു സോഫ, ഉള്ളിലോട്ട് ഗായ്സ് ഞങ്ങളെ ബെഡ്റൂം. ഒരു മസ്തുക്കൾ സോപ്പ് ഉണ്ടാവും, കുഴപ്പമില്ല. ഇവിടെ 2 ആൾ കിടക്കും, ഇവിടെ ഒരാൾ കിടക്കും. അങ്ങനെ 3 ആൾക്കാർ കിടക്കുന്ന റൂം. പിന്നെ ഇവിടുന്ന് അക്ക് വേണം വരുമ്പോൾ കെന്നാടി ടണ്ടണ്ടായി അവിടെ ഉണ്ട് ഷെൽഫ്. സോ ഗൈസ് ഞങ്ങൾ ഈ ഷെൽഫിന്റെ ഉള്ളിലേക്ക് ഞങ്ങൾ ഡ്രസ്സുകൾ എടുത്തു വെക്കാൻ പോവാണ്. ഇച്ചിരി സ്ഥലമുള്ളൂ. അത് ഷായ മൊത്തത്തിൽ എടുത്തോട്ടെ, നോ പ്രോബ്ലം. ഡ്രസ്സുകൾ പിന്നെ ബാഗിൽ നിന്നൊക്കെ എടുത്തിട്ട് റൂമിൽ തന്നെ കണ്ട് അടക്കി പറക്കി വെച്ചാൽ പിന്നെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാനും തിരുമ്പിയിട്ട് നേരെ മടക്കി വെക്കാനും ഒക്കെ സുഖമാക്കാറില്ല. അപ്പോൾ ഞങ്ങൾ അതേപോലെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ മടക്കിയിട്ട് കബോർഡിൻ്റെ ഉള്ളിൽ വെക്കണത്. കബോർഡ് കുറച്ച് ചെറുതായിരുന്നു, നല്ല അഡ്ജസ്റ്റ് ആക്കി. അപ്പോൾ നമ്മൾ ഇടാൻ വേണ്ടി പോവാണ്. അറ്റാച്ച്ഡ് ആണോ? സ്പീഡ് കൂട്ടാം. നമ്മളെ പൂത്താത്താക്ക് ഇതോട് കൂടെ ഒരു നന്ദി വാർത്ത നമ്മൾ അറിയിക്കുന്നു. ഞങ്ങക്ക് ആരടുത്തുമില്ല, എല്ലാവരുടെ അടുത്തും വെയിറ്റ് ഉള്ള അയൺ ബോക്സ് ആയതുകൊണ്ട് ഞാൻ എന്റെ കസിന്റെ ഒപ്പിച്ച അയൺ ബോക്സ് ആണ് ഗൈസ്. അത് ഞാൻ വിചാരിച്ചു തിരക്കൊക്കെ കാരണം അത് ചമ്മന്തി ആയി കാണും, അത് ചത്തിട്ടുണ്ടാവും വിചാരിച്ചു. പക്ഷെ ചത്തിട്ടില്ല ഗൈസ്. അതെ, ഇനി ഈസ്റ്റർ ആയതുകൊണ്ട് അത് പുനർജനിച്ചു ഗൈസ്. സോ ഗൈസ് ഞങ്ങൾ ഉണ്ണിയപ്പം കഴിക്കാൻ പോകുമ്പോൾ അമ്മ കൊടുത്തുവിട്ട ഉണ്ണിയപ്പം നിമിച്ച വരുമ്പോ തന്നെ കഴിച്ചതാട്ടോ. അവള് വീട്ടിൽ വന്നല്ലോ, അപ്പൊ പാക്ക് ചെയ്യുമ്പോ തന്നെ 2 മൂന്ന് കഴിച്ചു. വിശക്കണ കാരണം കൊണ്ട് എന്ത് കിട്ടിയാലും ഇപ്പൊ പോകും. അതുകൊണ്ട് രസമുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. താങ്ക് യു മമ്മി. മമ്മ പറഞ്ഞത് ആർക്കും കൊടുക്കരുത്. പക്ഷെ അത് നമ്മളെല്ലായിടത്തും കൊടുക്കും. ഇവിടെ നമ്മളെല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ എല്ലാ റൂമിലും കൊണ്ടുപോയിട്ട് ഉണ്ണിയപ്പം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ഫുഡിന് എന്താ കാട്ടാന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ചെറിയ ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഉണ്ണിയപ്പം കൊടുക്കണം നല്ലതല്ലേ. അങ്ങനെ ഉണ്ണിയപ്പം കൊടുക്കാൻ വേണ്ടി വന്നാട്ടോ. ഗേൾസിൻ്റെ റൂമിൽ പോയപ്പോൾ എല്ലാവരും കുളിച്ച് മാറ്റി സെറ്റായിക്കണം. ഞങ്ങൾ മാത്രം കുളിച്ച് മാറ്റിയിട്ടൊന്നുമില്ല, ഞങ്ങളല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. ബ്രെഡ് ടോസ്റ്റ് ആക്കിയാലോ? ബ്രെഡ് മരിച്ചു. ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോൾ നല്ല നേരം വൈകിണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗേൾസ് പറഞ്ഞു ഒരു വീട്ടിൽ നിന്ന് ഫുഡ് പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത് കഴിക്കാമെന്ന് കേട്ടോ. അപ്പോൾ അതെല്ലാവരും കൂടി അങ്ങോട്ട് കഴിച്ച് സെറ്റാക്കി. അപ്പോൾ ഞങ്ങൾ റൂമിലെത്തി, ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു, ക്ഷീണിച്ചു.
ഞാൻ അധികം വീഡിയോസ് എടുക്കാനുള്ള ഉഷാറില്ല. കാലൊക്കെ വേദനിക്കും. യെസ്, ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ മതി. അതെ, നാളെ നേരത്തെ എണീക്കും വേണം, അതാണ് ടാസ്ക്. നാളെ നേരത്തെ എണീറ്റ് പോവും വേണം. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ കെടുക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോ. ബൈ. അപ്പൊ ഗൈസ് ഞങ്ങൾ ഒരുങ്ങി മാറ്റി പുറത്തിറങ്ങി. ഇനി എയർപോർട്ടിൽ എത്തിയിട്ട് കുറച്ച് വീഡിയോസ് എടുത്ത് കാണിച്ചു തരാം. ബാക്കി അടുത്ത എയർപോർട്ട് വ്ലോഗിൽ. ഓക്കെ, ഇന്റേൺഷിപ്പ് വ്ലോഗ് വേറെ ഉണ്ട് അങ്ങോട്ട് എത്തുമ്പോൾ. അപ്പം ഞാനത് ഇൻറ്റേൺഷിപ്പിന് പോയ കാര്യങ്ങളും എയർപോർട്ടിൽ പോയ കാര്യങ്ങളും ഞാൻ എന്താണ് അവിടെ പോയിട്ട് കഴിച്ചതെന്നും എന്താണ് ഇൻറ്റേൺഷിപ്പിന് പോയി കാട്ടിയതും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പുതിയ വീഡിയോ ഞാൻ അടുത്തായി ഇടുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.